നേപ്പാളിന്റെ സമഗ്ര വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 100 കോടിയുടെ സാമ്പത്തിക സഹായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് വാഗ്ദാനം ചെയ്തു. നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ധന പൈപ്പ്ലൈൻ പദ്ധതിയുടെ പൂർത്തീകരണം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുമെന്നും നരേന്ദ്രമോദി നേപ്പാളിന് ഉറപ്പു നൽകി. നേപ്പാൾ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. രാജഭരണത്തിൽ നിന്നും ജനാധിപത്യ സർക്കാരിലേക്കുള്ള നേപ്പാളിന്റെ മാറ്റത്തെ പ്രശംസിച്ചുകൊണ്ടാണ് മോദി പ്രസംഗം തുടങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും നേപ്പാൾ സന്ദർശിക്കാത്തതിൽ തെറ്റ് സമ്മതിച്ച മോദി ഇനി അത് ആവർത്തിക്കില്ലെന്നും ഉറപ്പു നൽകി. നേപ്പാളിന്റെ സമഗ്ര പുരോഗതിക്ക് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും മോദി വാഗ്ദാനം നൽകി. भारत युवा देश है, नेपाल भी युवा देश है. अकेले हिंदुस्तान को बिजली बेचकर भी नेपाल समृद्ध देशों में अपनी जगह बना सकता है. इतनी ताकत आपके पास है. 2 ദിവസത്തെ സന്ദർശനത്തിനായി നേപ്പാളിലെത്തിയ മോദിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ നൽകിയത്. പ്രധാനമന്ത്രി സുശീൽ കൊയ്രാളയ്ക്കൊപ്പം മുതിർന്ന മന്ത്രിമാരും ഇന്ത്യൻ അംബാസഡർ രഞ്ജിത്ത് റേയും മോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. സുശീൽ കൊയ്രാളയുമായി ചർച്ച നടത്തുന്ന മോദി വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കും. നേപ്പാളിലെ വ്യവസായ പ്രമുഖരുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ബിജെപിയും കോൺഗ്രസും പേടിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ട് ആം ആദ്മി പ്രവർത്തകർ നടത്തിയ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ് റാലി നടത്തിയത്. ആം ആദ്മി പാർട്ടി MLA-മാരും മുതിർന്ന നേതാക്കളും റാലിയിൽ പങ്കെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം ആം ആദ്മി പാർട്ടി പ്രതിഷേധ സമരങ്ങളിലൂടെ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജന്തർ മന്ദറിൽ പാർട്ടി BJPക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് നടന്നാൽ തോൽക്കുമെന്ന് ഇരു പാർട്ടികൾക്കും പേടിയാണെന്ന് ആം ആദ്മി കുറ്റപ്പെടുത്തി. വിലക്കയറ്റം, ഡൽഹി സ്കൂളുകളിലെ അഡ്മിഷൻ പ്രശ്നങ്ങൾ, ഓട്ടോറിക്ഷ, ഇ-റിക്ഷ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പ്രതിഷേധത്തിൽ വിഷയങ്ങളായി. സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ BJPയുടെ കളിപ്പാവയായി മാറുകയാണെന്ന് പാർട്ടി ചെയർമാൻ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. बीजेपी वाले कहते उठो तो वो उठते हैं, बीजेपी वाले कहते बैठो तो लेफ्टिनेंट गवर्नर सब बैठते हैं. ജന്തർ മന്ദറിലെ പ്രതിഷേധ പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരെല്ലാം. സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഡൽഹിയിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. അതിന് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ജനക്കൂട്ടം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നും ക്യാമറാമാൻ പ്രമോദിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1. 1ാം ക്ലാസ് മുതൽ ഗീതയും മഹാഭാരതവും പഠന വിഷയമാക്കണമെന്ന സുപ്രീം കോടതി ജസ്റ്റിസ് AR ദാവേയുടെ പ്രസ്താവന വിവാദമാവുന്നു. പ്രസ്താവന യുക്തിരഹിതമാണെന്ന് കോൺഗ്രസ് വക്താവ് റാഷിദ് ആൽവെ പറഞ്ഞു. ദാവേയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും മതേതരത്വത്തിന് നിരക്കാത്തതുമാണെന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജുവും പ്രതികരിച്ചു. ഗുജറാത്തിൽ ഒരു സെമിനാറിൽ സംസാരിക്കവെയാണ് സുപ്രീം കോടതി ജസ്റ്റിസ് AR ദാവേയുടെ പരാമർശം. താൻ ഇന്ത്യയുടെ ഏകാധിപതിയായിരുന്നെങ്കിൽ 1ാം ക്ലാസ് മുതൽ ഗീതയും മഹാഭാരതവും പഠന വിഷയമാക്കുമെന്നായിരുന്നു ദാവേയുടെ പ്രസ്താവന. If something is good, we have to get it from everywhere. ദാവേയുടെ പ്രസ്താവനയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യൻ മതേതര മൂല്യസങ്കല്പങ്ങൾക്ക് എതിരാണെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജു തന്റെ ബ്ലോഗിൽ വിമർശിച്ചു. പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് വക്താവ് റാഷിദ് ആൽവെ 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് അക്ഷരമറിയില്ലെന്ന് പരിഹസിക്കുകയും ചെയ്തു. ജനാധിപത്യ സംവിധാനത്തിലെ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് പ്രമുഖ ഇടതുചിന്തകൻ പ്രഭാത് പട്നായിക്കും ചൂണ്ടിക്കാട്ടി. ഒരു സിറ്റിംഗ് ജഡ്ജി എന്ന നിലയിൽ AR ദാവെ ഈ പരാമർശം നടത്തരുതായിരുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരിയും പറഞ്ഞു. अब एक सिटिंग जज होते हुए इस तरीके की बात करना हम समझते हैं कि बहुत अनुचित है और बहुत गलत है. अब खैर वो जज साहब है, उनको जो कहना वो कह रहे हैं, लेकिन उन्हीं के जजमेंट्स के विपरीत जाने वाली बात है. പാഠപുസ്തകങ്ങളിൽ പുരാണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന വാദം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനു പിറകെയാണ് ജസ്റ്റിസ് ദാവേയുടെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരണ നയങ്ങൾക്കെതിരെയുള്ള RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും കടുത്ത നിലപാട് നരേന്ദ്രമോദി സർക്കാരിന് തലവേദനയാകുന്നു. ഏറ്റവും അവസാനം തൊഴിൽ നിയമ ഭേദഗതിക്കെതിരായി BMS രംഗത്തെത്തിയതാണ് സർക്കാരിനെ കുഴക്കുന്നത്. ഇതോടെ കൂടുതൽ പരിഷ്കരണ നടപടികളിലേക്ക് കടക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ ആശയക്കുഴപ്പവും ഉടലെടുത്തിട്ടുണ്ട്. ഭാരതീയ കിസാൻ സംഘിന്റെയും സ്വദേശി ജാഗരൺ മഞ്ചിന്റെയും എതിർപ്പിനെ തുടർന്ന് ജനിതക വിളകളുടെ പരീക്ഷണം സംബന്ധിച്ച തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയിരുന്നു.
ഇതിനു പിന്നാലെയാണ് തൊഴിൽ നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. ഇതിനെതിരെയാണ് BMS പരസ്യമായ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിനെതിരെ പല സ്ഥലങ്ങളിലും BMS സമരരംഗത്തുണ്ട്. ഇതിനെയെല്ലാം ബാധിക്കുന്നതാകുമോ തൊഴിൽ നിയമത്തിലെ പരിഷ്കരണമെന്ന് കാത്തിരിക്കുകയാണെന്നാണ് BMS പറയുന്നത്. ഇതിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘം രംഗത്തെത്തി. ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുകൂലമായ നടപടിയല്ലെന്നാണ് BKS പറയുന്നത്. നിയമം നടപ്പായാൽ നന്ദിഗ്രാമും സിംഗൂരും ആവർത്തിക്കുമെന്നും സംഘടന ഓർമ്മപ്പെടുത്തുന്നു. പാർട്ടി സ്ഥാപകരുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നതെന്ന വാദമുയർത്തിയാണ് സംഘടനകൾ പരിഷ്കരണ നടപടികളെ എതിർക്കുന്നത്. RSS, SJM, BMS, BKS ഉൾപ്പെടെയുള്ള സംഘടനകളാണ് മോദി സർക്കാരിന്റെ പരിഷ്കരണ നയങ്ങൾക്കെതിരെ ഇപ്പോൾ ശക്തമായ രംഗത്തുള്ളത്. നേരത്തെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് വിലങ്ങുതടിയാവുന്നതാണ് GM വിളകളെന്നാണ് സ്വദേശി ജാഗരൺ മഞ്ച് വ്യക്തമാക്കിയത്. GM വിളകൾക്കെതിരെ സംഘടനകൾ രംഗത്ത് വന്നതോടെ പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്ന് വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരുന്നു. RSS അനുബന്ധ സംഘടനകളുടെ എതിർപ്പ് പുതിയ പരിഷ്കരണ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. രാജ്യത്തെ കർഷക ആത്മഹത്യകൾ തടയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിച്ചില്ലെന്ന് പഠനങ്ങൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട 1995 മുതൽ 2012 വരെയുള്ള കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരും തുടർന്ന് വന്ന UPA സർക്കാരുകളും കർഷക ആത്മഹത്യകൾ തടയുന്നതിൽ പരാജയപ്പെട്ടു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 1999 മുതലുള്ള കർഷക ആത്മഹത്യകളുടെ കണക്കുകളാണ് പുറത്തുവിട്ടത്. NDA UPA കക്ഷികൾക്ക് കർഷക ആത്മഹത്യകൾ തടയാൻ കഴിഞ്ഞില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗുജറാത്തിലെ കർഷക ആത്മഹത്യയെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ UPA സർക്കാരിന്റെ കാലത്താണ് രാജ്യത്ത് കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചതെന്ന് പറഞ്ഞായിരുന്നു നരേന്ദ്രമോദി ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. എന്നാൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് കർഷക ആത്മഹത്യകളിൽ 31% വർധനവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടക്കുന്നത്. 1995 മുതൽ 99 വരെയുള്ള ശിവസേന ഭരണകാലത്ത് മാത്രം 10,000 കർഷകർ ആത്മഹത്യ ചെയ്തു. 1993 മുതൽ 2003 വരെയുള്ള കോൺഗ്രസ് ഭരണകാലത്ത് 16,000 കർഷകരും 2003 മുതൽ 2012 വരെയുള്ള കോൺഗ്രസ് NCP ഭരണകാലത്ത് 33,702 കർഷകരും ആത്മഹത്യ ചെയ്തു. മധ്യപ്രദേശിൽ 1998 മുതൽ 2003 വരെയുള്ള കോൺഗ്രസ് ഭരണകാലത്ത് 13,000 കർഷകർ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ തുടർന്ന് വന്ന BJP ഭരണകാലത്ത് 17,000 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. കോൺഗ്രസും TDPയും ഭരണം കൈയാളിയിരുന്ന ആന്ധ്രാപ്രദേശിലും കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചിരുന്നതായി കണക്കുകൾ പറയുന്നു. 1995 മുതൽ 99 വരെയുള്ള ദേവഗൌഡയുടെ ഭരണത്തിന് കീഴിലായിരുന്ന കർണാടകയിൽ 10,000 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. തുടർന്ന് 2004 മുതൽ 2012 വരെ സംസ്ഥാനം മാറി മാറി ഭരിച്ച BJP കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് 18,000 കർഷകർ ആത്മഹത്യ ചെയ്തുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് വേളകളിൽ കർഷക സംരക്ഷകരായി ചമയുന്ന രാജ്യത്തെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും കർഷക ആത്മഹത്യകൾ തടയുന്നതിൽ പരാജയമായിരുന്നുവെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സോണിയാഗാന്ധിക്കെതിരെ ആത്മകഥയിലൂടെ പരാമർശം നടത്തി വിവാദം സൃഷ്ടിച്ച മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗിനെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ രംഗത്ത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സോണിയാഗാന്ധി പിന്മാറാൻ കാരണം രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞു. അതേസമയം നട്വർ സിംഗിനെതിരെ കടുത്ത വിമർശവുമായി സൽമാൻ ഖുർഷിദും പൃഥ്വിരാജ് ചവാനും രംഗത്തെത്തി. വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്ന ആത്മകഥയിലൂടെ സോണിയാഗാന്ധിക്കെതിരെയും മൻമോഹൻ സിംഗിനെതിരെയും പരാമർശം നടത്തി വിവാദം സൃഷ്ടിച്ച മുൻ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ നട്വർ സിംഗിനെ പിന്തുണച്ചും എതിർത്തും കോൺഗ്രസിൽ നിന്ന് തന്നെ കൂടുതൽ നേതാക്കൾ രംഗത്ത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ സിംഗിന്റെ ആരോപണത്തെ ഭാഗികമായി ശരിവച്ചു. അമ്മ കൊല്ലപ്പെടുമെന്ന് കരുതിയാണ് രാഹുൽ ഗാന്ധി സോണിയയെ പ്രധാനമന്ത്രിയാവുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്ന് മണിശങ്കർ അയ്യർ ഉറപ്പിക്കുന്നു. എന്നാൽ ഇതിനൊപ്പം മറ്റു പല കാരണങ്ങളും സിംഗ് കാണാതെ പോയെന്നും അദ്ദേഹം പറഞ്ഞു. സിംഗിന്റെ പരാമർശം പൂർണ്ണമായും ശരിയല്ലെന്നും ഭാഗികമായി മാത്രമേ സത്യമുള്ളൂ എന്നും മണിശങ്കർ അയ്യർ കൂട്ടിച്ചേർത്തു. എന്നാൽ നട്വർ സിംഗിനെ വിമർശിച്ച് സൽമാൻ ഖുർഷിദ് രംഗത്തെത്തി. പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കണമെന്നത് സോണിയയുടെയും കുടുംബത്തിന്റെയും വ്യക്തിപരമായ തീരുമാനമാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചപ്പോൾ കുടുംബത്തിൽ ചർച്ചയുണ്ടായിട്ടുണ്ടാകാം. പ്രധാനമന്ത്രിയാവേണ്ട എന്നത് കുടുംബ തീരുമാനമാണെങ്കിൽ അതിനെ എതിർക്കാൻ കഴിയില്ലെന്നും തികച്ചും വ്യക്തിപരമാണെന്നും സൽമാൻ ഖുർഷിദ് അഭിപ്രായപ്പെട്ടു. നട്വർ സിംഗ് തന്റെ പരാമർശത്തിലൂടെ സോണിയയെ ചതിച്ചെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും ഖുർഷിദ് ആവശ്യപ്പെട്ടു. സർക്കാർ ഫയലുകളിൽ സോണിയയുടെ ഇടപെടലുണ്ടായെന്ന സിംഗിന്റെ ആരോപണത്തെ എതിർത്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാനും രംഗത്തെത്തി. സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളും പാർട്ടികളിൽ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും സിംഗിന്റെ പരാമർശം അടിസ്ഥാന വിരുദ്ധമാണെന്നും ചവാൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് കഴിഞ്ഞ UPA സർക്കാർ വഴിവിട്ട് സഹായം നൽകിയെന്ന് CAG റിപ്പോർട്ട്. കമ്പനികൾക്ക് ചുമത്തിയ 600 കോടി രൂപയുടെ പിഴ 5 കോടിയാക്കി ചുരുക്കിയെന്ന് CAG കണ്ടെത്തി. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ എന്ന പദ്ധതിയിൽ 14 കമ്പനികളാണ് ഉൾപ്പെട്ടിരുന്നത്. മൻമോഹൻ സിംഗ് സർക്കാരിന് ഏറെ നാണക്കേടുണ്ടാക്കിയ വകുപ്പായിരുന്നു ടെലികോം. 2G അഴിമതി കേസിൽ മുൻ ടെലികോം മന്ത്രി A. രാജ അറസ്റ്റിലായി ദിവസങ്ങൾക്കകം പ്രമുഖ കമ്പനികൾക്ക് അനുകൂലമായി സർക്കാർ തീരുമാനമെടുത്തെന്ന് CAG പറയുന്നു.
കമ്പനികൾ നൽകിയ ലൈസൻസ് ഫീസിന്റെ ഒരു വിഹിതം ഉപയോഗിച്ച് വിദൂര പ്രദേശങ്ങളിൽ മൊബൈൽ ഫോൺ സേവനം ലഭ്യമാക്കാനുള്ള സർക്കാർ പദ്ധതി ലംഘിച്ചതിനാണ് കേന്ദ്രം പിഴ ചുമത്തിയത്. രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിലെ 500 പ്രദേശങ്ങളിലായിരുന്നു പദ്ധതി. മൊബൈൽ സേവനം ലഭ്യമാക്കാൻ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ പദ്ധതി 2007 നടപ്പാക്കിയത്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, റിലയൻസ് ടെലികോം ലിമിറ്റഡ് എന്നിവയും പദ്ധതി നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ 14 കമ്പനികളിൽ പെടുന്നു. എന്നാൽ മിക്ക പ്രദേശങ്ങളിലും 2 കമ്പനികളും ഏകപക്ഷീയമായി സേവനം അവസാനിപ്പിച്ചെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് 12 സർക്കിളുകളിൽ ഓരോന്നിനും 50 കോടി രൂപ പിഴ ചുമത്താതിരിക്കണമെങ്കിൽ കാരണം കാണിക്കണമെന്നാവശ്യപ്പെട്ട് 2 കമ്പനികൾക്കും നോട്ടീസ് നൽകി. 2010 ഡിസംബർ 21-നും 2011 ജനുവരി 6-നുമായിരുന്നു നോട്ടീസ് നൽകിയത്. എന്നാൽ ഫെബ്രുവരി 12-ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. 600 കോടി രൂപയുടെ പിഴ 5 കോടി രൂപയാക്കി സർക്കാർ തീരുമാനിക്കുകയായിരുന്നുവെന്ന് CAG കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പുനഃസംഘടനയുടെ ഭാഗമായി ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ DCC പ്രസിഡന്റുമാർക്ക് കത്തയച്ചു. ഇത് പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുമെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി. ചിലയിടങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അത് തടയാൻ DCC പ്രസിഡന്റുമാർ മുൻകൈയെടുക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ലോട്ടറി കേസിൽ സാന്റിയാഗോ മാർട്ടിൻ കോടതിയിൽ പോയത് സൂത്രപ്പണിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഇത് കാര്യമായി കാണേണ്ടതില്ല. ആറന്മുള വിഷയത്തിൽ KGS ഗ്രൂപ്പ് കോടതിയെ സമീപിച്ച വിഷയം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും VS പാലക്കാട്ട് പറഞ്ഞു. ചുമ്മാ സൂത്രത്തിൽ നടത്തുന്ന ഇതെല്ലാം തന്നെ നിങ്ങൾ കാര്യമായിട്ട് വല്ലതും എടുക്കേണ്ടതുണ്ടോ? വിമാനത്തിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പാറ്റ. മസ്കറ്റിൽ നിന്ന് കരിപ്പൂരിലെത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ വിതരണം ചെയ്ത സാൻഡ്വിച്ചിലാണ് പാറ്റയെ കണ്ടത്. കോഴിക്കോട് സ്വദേശിനി ഫാത്തിമ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ മാസം 20-ന് മസ്കറ്റിൽ നിന്നും കരിപ്പൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് സംഭവം. കുറ്റിക്കാട്ടൂർ സ്വദേശിനി ഫാത്തിമയ്ക്ക് ലഭിച്ച സാൻഡ്വിച്ചിനകത്ത് പാറ്റയെ കണ്ടെത്തുകയായിരുന്നു. ഞാൻ അവിടെ പോയി ഓഫീസിൽ പറഞ്ഞപ്പോൾ അവരിൻ്റെ അടുത്ത് പറഞ്ഞ എന്താണ്, മാം ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ എല്ലാ കാര്യവും ചെയ്യുന്ന ആളുകളാണ്, ഫുഡിൻ്റെ കാര്യം ചെയ്യുന്നത് ഇൻചാർജ് പ്രമോദാണ്. പ്രമോദ് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ മാം ഞാനാണ് ഫുഡിൻ്റെ ഇൻചാർജ്, മാം ഇത് പബ്ലിക് ആക്കരുത്, മാമിന് 1 വേ ടിക്കറ്റും തരാം, മാമിന് മെഡിക്കലിന് എത്ര ക്യാഷ് ചെലവായിട്ടുണ്ട് അത് ഞങ്ങൾ തരാമെന്ന്. കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ നിന്നാണ് കരിപ്പൂരിലെ എയർ ഇന്ത്യ വിമാനങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത്. മലിനമായ ഭക്ഷണം എത്തിച്ച ഹോട്ടലിനെതിരെ നടപടിയെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഇത്തരമൊരു പരാതി എയർ ഇന്ത്യ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് കോഴിക്കോട്ടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ മീഡിയ 1-നോട് പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.